ഇന്ന് എൻ്റെ വീട്ടിലൊരു റമദാൻ വ്ലോഗാണ്. അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ളതാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ വീട്ടിലാവുമ്പോൾ അത്താഴത്തിന് എണീക്കാൻ എനിക്ക് അലാറം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സമയമാവുമ്പോൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഉമ്മച്ചി വന്ന് വിളിക്കാറുള്ളൂ. ഞാൻ കിച്ചണിലേക്ക് എത്തിയപ്പോഴേക്കും ഉപ്പാക്കുള്ള പത്തിരി അവിടെ ചൂടാക്കുന്നുണ്ട്. പിന്നെ ആ പുട്ടും കുറ്റിയിലുള്ളത് പൊറോട്ടയാണ്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെയാണ്. അവൾക്ക് മാത്രമേ ഈ ചോറും മീൻകറിയും അത്താഴത്തിന് പോവുള്ളൂ. എനിക്ക് ചോറാണെങ്കിൽ താളിപ്പ് നിർബന്ധമാണ്. എനിക്കുള്ളത് ആ പുട്ടും കുറ്റിയിൽ കിടന്ന ഈ ഒരു പൊറോട്ടയാണ്. പൊറോട്ടയും നല്ല ചൂടുള്ള കട്ടൻ ചായയും ബെസ്റ്റ് കോംബോ ആണ്. അങ്ങനെ ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചു. അത്താഴത്തിന് ഒട്ടും പോവാത്ത സംഭവമാണ് ഈ വെള്ളം കൂടി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. ഇതെല്ലാം വരികയല്ലേ, നമ്മുടെ നെയിൽസിനൊക്കെ ഒന്ന് മൊഞ്ചു കൂട്ടണമല്ലോ. അങ്ങനെ അതേ മെയിലാഞ്ചി ഇട്ട് ഇനി ഒരൊറ്റ ഉറക്കം. ഇനി ഒരു 10 മണിയാവാതെ ഇവിടെ നിന്ന് എണീക്കൂല. അങ്ങനെ അതേ ഇന്നൊരു 9:30 ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട്. കാരണം ഒട്ടുക്കത്തെ വിളിച്ചായിരുന്നു, കേട്ടക്കാൻ പറ്റില്ല കണ്ടോ. അങ്ങനെ അതേ പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ട്. എൻ്റെ മെഹന്തിയൊക്കെ പകുതിയോളം പോയിട്ടുണ്ട്, എന്നാൽ നല്ല സ്റ്റെയിനും വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ പോയി ഫ്രഷ് ആവണം. ഈ ഒരു ബ്രഷ് ഞാൻ തായ്ലാൻഡിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അതേ ഗൈസ്, തായ്ലാൻഡിൽ നിന്ന് വാങ്ങിയതല്ല, അവിടെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടതാണ്. നമുക്ക് തന്നെ തന്നെയാണ്, അതുകൊണ്ട് അത് ബേഗിലിട്ട് പോന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രഷ് ആയ ശേഷം നേരെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മച്ചി മുറ്റത്തുണ്ടായിരുന്നു ഉമ്മച്ചിയുടെ ചെടിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും കൂടെ നടന്ന് വീഡിയോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. ഇനി ഈ ക്ലിപ്സ് മൊത്തം ഉമ്മച്ചിയുടെ ഫോണിലുണ്ടാവും. ഉമ്മച്ചിക്ക് സ്റ്റാറ്റസ് ഇടണമല്ലോ. അങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഞാനിതിലും ആഡ് ചെയ്തെന്നുള്ളൂ. ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇപ്പോൾ ബൊഗെയിൻവില്ല. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക വീടുകളിലും ആകെ കാണുന്ന ഒരു ചെടിയാണ് ഈ ബൊഗെയിൻവില്ല. കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ അതെല്ലാം ഫുള്ള് ക്യാപ്ചർ ചെയ്ത ശേഷം നേരെ അദ്ദേഹം വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടത് അനിയത്തി ഇരുന്ന് പഠിക്കുകയാണ്. അവൾക്ക് അറബിക് പരീക്ഷയാണ് ഇന്ന്. ഇനി ചൂലും ബക്കറ്റും മോപ്പും ഒക്കെ എടുത്തിറങ്ങിയിട്ടുണ്ട്. എൻ്റെ മാതാശ്രീ ഒന്ന് സഹായിച്ചിട്ട് വരാം. അങ്ങനെ ക്ലീനിങ് പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നോമ്പ് തുറക്കാനായിട്ട് ഇന്ന് ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഇപ്പം തന്നെ ചെയ്തു വെച്ചാൽ ആ സമയത്ത് വലിയ ഭാരമായിട്ട് തോന്നൂല. ഇവിടെ വന്നിട്ട് 2ാമത്തെ വട്ടമാണ് ഇപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഇവർക്കാർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കാത്തത്. അങ്ങനെ അതിൻ്റെ പണിയെല്ലാം തീർത്തു. ഇനി പെട്ടെന്ന് പോയിട്ട് ഒരു കുളി അങ്ങ് പാസ്സാക്കാം. അങ്ങനെ കുളിയും കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി എക്സാമിന് വേണ്ടി പോയിട്ടുണ്ട്. എന്തായാലും അവൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റട്ടെ. പിന്നെ ഒന്നും കൂടി മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാം. അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞു. നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഉമ്മച്ചി നൂൽപൊട്ടിനുള്ളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും ഇക്കാടെ വീട്ടിലാണെങ്കിലും എൻ്റെ മെയിൻ പണി ഈ സ്നാക്സ് ഉണ്ടാക്കലാവട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിവട എല്ലാം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് അങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പണി അവിടെ കഴിഞ്ഞു. ഇനി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യലും ഞാൻ തന്നെയാണ്. അങ്ങനെ വാട്ടർമെലൺ കട്ട് ചെയ്യണത് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ പൈനാപ്പിളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഒടുക്കത്തെ പാടാണ്, അതുകൊണ്ട് ഉപ്പാൻ അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ മത്തി മുളകിട്ടൊരു കറി ഉണ്ടായിരുന്നു. അതൊക്കെ ദോശ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദോശയും ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർമെലൺ, മുന്തിരി, മീൻകറി, നൂൽപൊട്ട്, ദോശ, അങ്ങനെ ഉള്ളിവട, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാങ്ക് കൊടുത്താൽ മതി, കഴിച്ചാൽ മതി എന്നുള്ള ലെവൽക്കാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഡ്രിങ്ക് നമ്മുടെ യൂട്യൂബർ തസ്നീം താജ് ഉണ്ടാക്കിയ ഒരു ഡ്രിങ്ക്സ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു വട്ടം ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോമ്പെല്ലാം തുറന്ന് നൂൽപൊട്ടും മീൻകറിയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ നൂൽപൊട്ടും മീൻകറിയും. അങ്ങനെ ഫുഡും കഴിച്ചു, നിസ്കാരം കഴിഞ്ഞു. അൽഹംദുലില്ലാ നമ്മുടെ നോമ്പ് 21 ഇവിടെ റാഹത്തായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.